2 പത്രോസ് 2:24. അവൻ്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു. ചെറുതും വലുതുമായ മുറിവുകളുടെ വേദന അനുഭവിക്കാത്തവരായി ആരും തന്നെ കാണില്ല. പക്ഷേ അതിൻ്റെ അനുഭവം പലർക്കും പല രീതിയിലായിരിക്കും. ചിലർ ആ ഒരു മുള്ളു കൊള്ളുമ്പോൾ അലറി വിളിച്ച് നാടിഞ്ഞെടുക്കും. ചിലർ കൈകാലുകൾ ഒടിഞ്ഞിറങ്ങിയാലും കരയാത്തവരുമാണ്. ഈ മുറിപ്പാടുകളിൽ ചിലപ്പോൾ നാം പ്ലാസ്റ്റർ ഒട്ടിക്കാറുണ്ട്. വലിയ മുറിവുകളിൽ വലിയ രീതിയിൽ ബാൻഡേജ് കിട്ടും. നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ മുറിവല്ല. പലപ്പോഴും അത് ഡ്രസ്സ് ചെയ്യാൻ ചെല്ലുമ്പോൾ ചില നഴ്സുമാർ, ഡോക്ടർമാർ ഒരു കരുണയുമില്ലാതെ, ദാക്ഷിണ്യമില്ലാതെ ഇത് വലിച്ചു പറിക്കുന്ന അനുഭവമാണ്. ജീവൻ പോകുന്ന വേദനയാണ്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയായിരുന്നു, മുറിവ് കിട്ടിയില്ലെങ്കിലും വേണ്ട, അയാൾക്കിട്ടൊരു ചവിട്ട് കൊടുത്തിട്ട് പോരാൻ തോന്നിയെന്ന്. ശരീരമാസകലം മുറിവുകളാൽ നിറഞ്ഞ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ചില കണക്കുകളനുസരിച്ച് എന്നോ എവിടെയോ വായിച്ചതാണ്, ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ 5000-ന് മുകളിൽ മുറിവുകളുണ്ടായിരുന്നു. മുട്ടുകളിലെയും തോളിലെയും ശരീരത്തിലെ ചാട്ടവാറിൻ്റെ അടികളുടെയും ഒക്കെ മുറിവുകൾ നമുക്കറിയാം. ഐസയ 5:35 പറയുന്നു, നമ്മുടെ അകൃത്യങ്ങൾക്കായി അവൻ മുറിവേറ്റു. ഈശോ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. ആ മനുഷ്യനെ പച്ചയ്ക്ക് കാൽവരി മലയിൽ നിർത്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ പടയാളികൾ വലിച്ച് എടുത്തപ്പോൾ അവിടുന്ന് അനുഭവിച്ച വേദന, പീഡകൾ ഒരുപക്ഷെ ശരീരത്തിലെ എല്ലാ മുറിവുകളേക്കാൾ കൂടിയ വേദനയായിരുന്നിരിക്കാം. അത് ശാരീരികമായ വേദന. അതിനേക്കാൾ ഉപരിയായ മറ്റൊരു വേദന കൂടി അതേസമയം തന്നെ അവിടുന്ന് അനുഭവിക്കുന്നുണ്ട്, ഒരു മാനസികമായ പീഡനം. ആ മലയിൽ തടിച്ചുകൂടിയ ജനാവലിയുടെ മുമ്പിൽ, തൻ്റെ സ്വന്തം അമ്മയുടെ മുമ്പിൽ, തൻ്റെ സുഹൃത്തുക്കളുടെ ശിഷ്യന്മാരുടെ മുമ്പിൽ വച്ച് അവിടുത്തെ നഗ്നനാക്കിക്കൊണ്ട് അവരുടെ ഒരു ആഭാസ പ്രകടനം. അവിടുത്തെ നഗ്നനാക്കി തുണി ഉരിഞ്ഞെടുത്ത് ആ തുണികൾ ലേലം വിളിച്ച് വീതിച്ചെടുക്കുന്ന, അതിനായി കുറിയിടുന്ന പടയാളികൾ. യോഹന്നാൻ 19:23, സങ്കീർത്തനം 22:18. ഇത്ര വലിയ ദരിദ്രവാസികളായ പടയാളികൾ. ഈശോ അനുഭവിച്ച ഈ പീഡകൾ, ശാരീരികവും മാനസികവുമായ പീഡകൾ, നാം ഓരോരുത്തരെയും പാപത്തിൻ്റെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനായിരുന്നു. 8-ാം സ്ഥലത്ത് നാം പാടുന്നില്ലേ, മലകളെ ഞങ്ങളെ മൂടുവിൻ വേഗമെന്ന് ആരവം കേൾക്കുമെന്നും എന്ന്. ലൂക്കാ 23:30 പറയുന്ന ഈ കാര്യം, മലകളെ ഞങ്ങളെ വന്ന് മൂടുവിൻ. അത്തരമൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ഈശോയുടേത്. ഓടിയൊളിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഭൂമി പിളർന്നെന്നെ അങ്ങ് ഒഴുങ്ങിക്കളഞ്ഞെങ്കിലെന്ന് നാം ചിന്തിച്ചു പോകുന്ന ചില അവസ്ഥകളിലെ ജീവിതത്തിൽ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നാം ഓരോ പാപം ചെയ്യുമ്പോഴും മാമോദീസായിൽ നമുക്ക് ലഭിച്ച ദൈവകൃപ എന്ന ആ വെള്ളവസ്ത്രം ഇപ്രകാരം വരിയപ്പെട്ട് നാമും ഒപ്പം ഈശോയും അപമാനിതരാവുകയാണ് എന്നതാണ്. കുറെ കാലം, 10, 30, 35 കൊല്ലം മുമ്പ് ഇറങ്ങിയ രാജ എന്നൊരു സിനിമയിലെ ഒരു ഭാഗം ഇപ്രകാരമാണ്: ചോട്ട് ലഗാ തുജ്കോ തോ ദർദ് മുझे ലഗ്താ ഹെ. മുറിവ് നിനക്കാണുണ്ടായതെങ്കിലും വേദന എനിക്കാണുണ്ടാകുന്നത് എന്ന്. നാം ഓരോരുത്തരും ചെയ്യുന്ന ഓരോ പാപത്തിൻ്റെയും നാണക്കേട്, അപമാനം ഈശോയ്ക്കാണ് ഉണ്ടാകുന്നത്. ആ പാപങ്ങൾക്ക് കൂടി പരിഹാരം ചെയ്യാനാണ് അവിടുന്ന് ഈ അപമാനങ്ങളും പീഡനങ്ങളും സഹിച്ചത്. ഇന്ന് ഈശോ ഈ കുരിശിൻ്റെ വഴിയിലെ 10-ാം സ്ഥലത്ത് നമ്മോട് പറയുന്നത്, നമ്മുടെ പരസ്പര ബന്ധങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുവാനാണ്. എൻ്റെ ബന്ധങ്ങളിൽ ഞാൻ എത്രമാത്രം ആത്മാർത്ഥത പുലർത്തുന്നു. എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരണം മറ്റുള്ളവരെ അപമാനിക്കാൻ, കുറ്റം പറയാൻ, അത് മുതലാക്കാൻ, അത് പറഞ്ഞ് മറ്റുള്ളവരെ എൻ്റെ കൂടെ നിർത്താൻ, ഞാൻ ചെയ്ത കുറ്റങ്ങൾ കൂടി മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കാൻ ഒക്കെ ഞാൻ എത്രമാത്രം ഉത്സാഹിക്കാറുണ്ട്. അതിൽ ഞാൻ സന്തോഷിക്കാറുണ്ടോ? മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ കൂടെ നിർത്താം, എന്നാൽ കർത്താവിനെ കബളിപ്പിക്കാൻ നമുക്കാവുകയില്ല എന്ന ചിന്ത നമുക്കുണ്ടാകണം. നാം ഓരോരുത്തരും നമ്മുടെ ചിന്തകളിൽ മെനഞ്ഞുണ്ടാക്കിയ അഭിമാനം, അത് ഈ ലോകത്തിൻ്റെതാണ് എന്നും, യഥാർത്ഥ അന്തസ്സ് അല്ലെങ്കിൽ അഭിമാനം ദൈവം നൽകുന്നതാണ് എന്നും, വസ്ത്രത്തേക്കാൾ മാന്യത
പ്രാധാന്യം ശരീരത്തിനാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ മാനുഷിക ബലഹീനതകൾ, പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും നമ്മോടൊപ്പമായിരുന്നവൻ, ഹീബ്രു 4:15, അവൻ നമ്മോടൊപ്പമുണ്ട് എന്ന് ഈശോ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസിലേക്ക് പറയുന്ന 1 പത്രോസ് 3:14, തിന്മ ചെയ്യാതെ നീതിക്ക് വേണ്ടി നിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സന്തോഷിക്കുവിൻ. പത്രോസിലേക്ക് പറയുന്നു 1 പത്രോസ് 2:24, നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് അവനു വേണ്ടി, നീതിക്ക് വേണ്ടി ജീവിക്കുവാനാണ്. കാരണം അവൻ്റെ മുറിവുകളാലാണ് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നത്.